start the prayer. Ma'am, ഞാൻ പറയാം. Dear God, to face challenges, courage to embrace change, and faith to trust in your perfect timing this new year. Amen. Okay. Ma'am, thought of the parayama. Every day is a new chance to learn, grow, and become a better version of yourself. Good morning, everyone. It's my great pleasure. Welcome, Nisha ma'am, and you all today class. I hope this section very interesting and helpful for everyone. Let's listen carefully, learn new ideas. Welcome again. Okay, thank you. നല്ലൊരു പ്രയറും തോട്ടും വെൽക്കമിങ്ങിനും വളരെയധികം താങ്ക്സ്. യെസ്, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ? സൊസൈറ്റി ഓഫ് കൊഹേഷൻ രൂപീകരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഒരു നല്ല ഒരു ന്യൂ ചിൽഡ്രൻ കുട്ടികളെ നല്ല ഒരു കുട്ടികളെ വാർത്തെടുക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ശ്രമം. അതാണ് നമ്മളുടെ അവരെ കെട്ടുറപ്പോടെ വളർത്തുക എന്നുള്ളതാണ്. വെറുതെ വളർത്തിയിട്ട് കാര്യമില്ലല്ലോ അല്ലെ? കുട്ടികളെ വളരെ കെട്ടുറപ്പോടെ പരസ്പരം സഹായിച്ചും സഹകരിച്ചും അവരുടെ മറ്റുള്ളവരുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ മനസ്സിലാക്കി സ്വയം ഡെവലപ്ഡ് ആകുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ മോണ്ടിസോറി പറയുന്നത്. ഈ പറയുന്ന പോലെ കുട്ടികളെ അങ്ങനെ ഒരു സമൂഹത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വലിയ അസറ്റാണ് ഭാവിയിൽ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് ഓർക്കുക. മനസ്സിലായി? ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്ന് എന്താ പറയാ നല്ലൊരു യുവജന സമൂഹത്തെ എന്താ പറയാ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുക ഇന്ത്യ എന്ന് പറയുന്നത്. മിക്ക ആളുകളും കുട്ടികളൊക്കെ ഒരു ഉപരിപഠനത്തിനും ജോലിക്കും മറ്റുമൊക്കെ ആയിട്ട് മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നാടിന്റെ സമ്പത്താണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു സ്വത്താണ് യുവജനം എന്ന് പറയുന്നത് അല്ലെ? യൂത്ത്. അപ്പൊ യൂത്തുകളെ അധികം കാണുന്നില്ല. പല വീടുകളിലും ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരില്ല. തീരെ ചെറിയ കുട്ടികളുണ്ടാകാം, വയസ്സായവരുണ്ടാകാം അല്ലെ? അങ്ങനെയൊക്കെയുള്ള ആളുകളെ കാണുന്നുള്ളൂ. ഒരു സ്ട്രെങ്ത് ഓഫ് എ നേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ യൂത്താണ്. ഒരു രാജ്യത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, പവർ എന്ന് പറയുന്നത് യൂത്താണ്. ആ യൂത്തുകളുടെ ഒരു അഭാവം നമുക്ക് ഉണ്ട് ഇപ്പോ. അപ്പൊ ഇപ്പോഴേ തുടങ്ങി നമ്മള് കുട്ടികളെ, ഇനിയുള്ള തലമുറയെ കുട്ടികളെയൊക്കെ ഈ രീതിയിൽ കെട്ടുറപ്പോടും ഒക്കെ എന്താ പറയാ വളർത്തിക്കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെ? യെസ്. അപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മള് എന്താ പറയാ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യം എന്തായിരുന്നു? ഏത് ടോപ്പിക്കാ പഠിച്ചുകൊണ്ടിരുന്നേ? സൊസൈറ്റി ഓഫ് കൊഹേഷനില് എന്താ പറയാ നമ്മളുടെ കൊഹേഷൻ ബേസ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അത് ഒരെണ്ണം നമ്മൾ പറഞ്ഞത് റെസ്പെക്ട് ടു ദ റൈറ്റ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ അവകാശങ്ങളെ റെസ്പെക്ട് ചെയ്യുക, മാനിക്കുക, അംഗീകരിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ അത് മോണ്ടിസോറി സ്കൂളുകളിൽ അത്തരം ഒരു അവസരം അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റിയിലേക്ക് അവരെ കൊണ്ടുവരണം. ഒരു റെസിപ്രോക്കൽ ഹെൽപ്പ് അല്ലെ? ഇങ്ങോട്ട് മാത്രം കിട്ടിയ തുമ്പയുടെ സ്വഭാവം ആവാൻ പാടില്ല എന്ന് അതാണ് ഉദ്ദേശിച്ചത് അല്ലെ? ഇങ്ങോട്ട് മാത്രം കിട്ടേണ്ട ഒന്നല്ല, അങ്ങോട്ട് കൂടി കൊടുക്കേണ്ടതാണ്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയും. നിങ്ങളുടെ നാട്ടിൽ പറയാറുണ്ടോ? തൂമ്പയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. തൂമ്പയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് മാത്രമേ വലിച്ചെടുത്തുള്ളൂ അല്ലെ? അത് അങ്ങോട്ട് കൊടുക്കാൻ പറ്റാത്ത അല്ലെ? അത് ആ രീതിയിലാണ് വരുന്നത്. അപ്പൊ അങ്ങോട്ടും പരസ്പരം സഹായിച്ചും സഹകരിച്ചും കഴിയേണ്ടവരാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം. അതാണ് മോണ്ടിസോറി പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു റെസിപ്രോക്കൽ ഹെൽപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു. അടുത്തത് മോറൽ ഹെൽപ്പാണ്. ഈ മോറൽ ഹെൽപ്പ് എന്താണെന്ന് വായിച്ചിട്ട് ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിച്ചിട്ട് പറയാൻ പറ്റുമോ? പാരഗ്രാഫ് ഒന്ന് വായിക്കുക. ആൻഡ് വാട്ട് യു അണ്ടർസ്റ്റുഡ്, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ഒന്ന് പറയാമോ? മോറൽ ഹെൽപ്പ് ആരെങ്കിലും ഒന്ന് വായിച്ച് ജസ്റ്റ് നോക്കിക്കോ. എന്നിട്ട് അതൊന്ന് ഉറക്കെ വായിക്കുക. അതിന് ഒരു അതെന്താണ് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഐഡിയ പറഞ്ഞാൽ മതി. സെന്റൻസ് ബൈ സെന്റൻസ് മീനിങ് ഒന്നും പറയൊന്നുമില്ല. അതിന്റെ ആവശ്യമില്ല നമുക്കിവിടെ. സെന്റൻസ് ബൈ സെന്റൻസ് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ അത് നോട്ട് വായിച്ചു നോക്കിയാൽ മതി. മോറൽ ഹെൽപ്പിനെ കുറിച്ചിട്ട്
അത് ഉറക്കെ വായിക്കുക, എന്നിട്ട് അത് എന്താണ് അതിൽ നിന്ന് ആ ഒരു കണ്ടന്റ് എന്താണ് മനസ്സിലായി എന്നൊന്ന് പറയുക. Okay. A child provides moral help to the other children by comforting them for being wrong for being bad. Different from the child regards the wrong and ma'am. Wrong. ശരി, okay. Wrong done as something bad or mischief, but rather regard it as a misfortune, and the one who had done it as an unfortunate one who should be comforted and helped. Children when inspired one another to be good. In a mixed age group, older children provide the role model is in the class. The experience of practical life, which inspires social grace and courtesy. Help get the children into a cohesive group. അതായത് തെറ്റ് ചെയ്യുന്നവരെ അവർ കുറ്റപ്പെടുത്തുന്നില്ല. കുട്ടികൾക്ക് പരസ്പരം വിശ്വാസവും ധാർമ്മിക പിന്തുണയും നൽകുന്നു. അവരെ എന്തോ അവരെ സഹായിക്കാനുള്ള നിർഭാഗ്യവാനായി മാത്രം കാണുന്നു. മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ അവർക്ക് മാതൃകയായി മാറുന്നു. അതൊക്കെയല്ലേ മാം? അതൊക്കെയല്ലേ? മുതിർന്ന കുട്ടികള് അവർക്ക് മാതൃകയായി കാണുന്നു എന്നല്ല, സെന്റൻസ് ഇങ്ങനെയാണ് വരണ്ടേ. അതായത് ഒരു മിക്സഡ് ഏജ് ഗ്രൂപ്പിലായിരിക്കുമ്പോ, അതായത് മോറൽ ഹെൽപ്പ്, ധാർമ്മികമായ സഹായമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ എന്തെങ്കിലും തെറ്റുകൾ കാണുമ്പോ, അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോ അവരെ ആശ്വസിപ്പിച്ച് അവരെ കംഫർട്ടബിൾ ആക്കി അവരോടൊപ്പം ചേർന്ന് നിന്ന് ഒരു ധാർമ്മികപരമായിട്ടുള്ള ഒരു സഹായം ചില കുട്ടികൾ ചെയ്തു കൊടുക്കാറുണ്ട് മറ്റു കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഇല്ലേ? എന്ന് വെച്ചാൽ അവർ തെറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റീഫ്, കുറ്റകരമായിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യുന്നു, അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവരെ ആശ്വസിപ്പിച്ച് അവരോടൊപ്പം നിൽക്കുമ്പോ, ചേർന്ന് നിൽക്കുമ്പോ, അവരെ സഹായിച്ചും സ്നേഹിച്ചും ഒക്കെ നിൽക്കുമ്പോ ഒരു ധാർമ്മിക സഹായമാണ് അവിടെ കുട്ടികൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന കുട്ടികള് എന്താ പറയാ, അങ്ങനെ ആരാണോ അത്തരം ഒരു എന്താ പറയാ കുറ്റം ചെയ്യുന്നത്, ആ കുട്ടികൾക്ക് അത് അയ്യോ അവരതങ്ങനെ തിരുത്തി തന്നു അല്ലെങ്കിൽ ഇങ്ങനെ ആയി എന്നുള്ള അവർക്ക് അങ്ങനെ ചില നിർഭാഗ്യകരമായിട്ട് തോന്നുമായിരിക്കാം. പക്ഷെ എങ്കിലും അവര് എന്ത് ചെയ്യപ്പെടുന്നു, അവരെ കംഫർട്ടബിൾ ആക്കുന്നു, അവരെ സഹായിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. മനസ്സിലായോ? അത് ലഭിക്കുന്ന കുട്ടിക്ക് ചിലപ്പോ അയ്യോ ഞാൻ തെറ്റ് ചെയ്തപ്പോ അത് തിരുത്തപ്പെട്ടു, മറ്റൊരാൾ തിരുത്തേണ്ടി വന്നു എന്നുള്ളത് ചിലപ്പോ അത് ആശ്വാസകരമല്ലാത്തൊരു കാര്യമായി തോന്നും. പക്ഷെങ്കിലും ആ കുട്ടിയെ സംബന്ധിച്ച് എന്താണ്, ഞാൻ മറ്റുള്ളവരെ സഹായിച്ചു, ആളെ കംഫർട്ടബിൾ ആക്കി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ കുട്ടികൾ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്, അവരുടെ നന്മയ്ക്കും കൂടി വേണ്ടി കുട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. ചെറിയ ക്ലാസ്സിലൊക്കെ ഇപ്പൊ ഏതെങ്കിലും ഒരു മിക്സഡ് ഗ്രൂപ്പിലായിരിക്കുമ്പോ, അതാണ് അവരെ പറഞ്ഞിരിക്കുന്നത്, ഒരു മിക്സഡ് ഏജ് ഗ്രൂപ്പിലാണെന്ന് വിചാരിക്കുക. ഇപ്പൊ 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സ് അങ്ങനെയുള്ള കുട്ടികൾ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, എന്ന് വെച്ചാൽ കുട്ടികളായിട്ട് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക, അതിൽ ഓൾഡർ വൺസ് ആണ്, നമ്മൾ ഇന്നലെ പറഞ്ഞു, അതില് മുതിർന്ന കുട്ടികൾ അവരെ സഹായിക്കും. അത് പോട്ടെ ആരെയൊക്കെ മാത്രമല്ല, ഈ മുതിർന്ന കുട്ടികളെ ഈ ചെറിയ കുട്ടികൾ എന്ത് ചെയ്യും, അവരെ റോൾ മോഡലായിട്ട് കാണുകയും ചെയ്യും, അല്ലെ? നമ്മള് ഇപ്പൊ നമ്മുടെ വീടുകളിൽ തന്നെ നോക്കിയേ, 2-3 കുട്ടികൾ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും മൂത്ത കുട്ടിയെ ഞാൻ ഇന്നലെ പറഞ്ഞു, മൂത്ത കുട്ടീനെ എന്ത് ചെയ്യുന്നു, അവര് എപ്പോഴും അഡ്ജസ്റ്റബിൾ ആണ്, അവര് മറ്റുള്ളവർക്ക് വേണ്ടി താഴെയുള്ളവർക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. കൂടാതെ ഈ മൂത്ത കുട്ടിയെ റോൾ മോഡൽ ആക്കുകയും ചെയ്യും ബാക്കിയുള്ള താഴെയുള്ളവര്, അല്ലെ? ചേട്ടൻ ചെയ്യുന്ന കാര്യം പോലെ ചെയ്യാൻ നോക്കുന്നു.
ഇപ്പൊ ഒന്നും വേണ്ട, നമ്മൾ പഠിക്കാനിരിക്കുമ്പോ ഒന്നും ആലോചിച്ചാൽ മതി. ചേട്ടൻ എഴുതുന്ന പുസ്തകത്തിൽ എഴുതണം, അത് തന്നെ വേണം, ആ ബുക്ക് തന്നെ വേണം, അല്ലെങ്കിൽ അവൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പെൻസിലോ പേനയോ അത് തന്നെ വേണം. അത് വെച്ച് വാങ്ങിച്ച് എടുത്തിട്ട് എഴുതാനോ ഇതൊക്കെ നോക്കുന്ന കുട്ടികൾ, അതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അവരെ റോൾ മോഡൽ ആക്കുന്നത് കൊണ്ടാണ് ആ ഒരു കാര്യത്തിലേക്ക് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് അവരവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എപ്പോൾ വരെ വലിയ കുട്ടി ഒരു വലിയ ആളായി മാറുന്നത് വരെ ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ വേണ്ട സമയത്തൊക്കെ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ അവരുടെ മര്യാദയൊക്കെ കുട്ടികൾ ആ ഒരു ഗ്രൂപ്പിൽ ആ ഒരു കെട്ടുറപ്പിൽ നിന്നുകൊണ്ട് അവര് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നു. അതാണ് മോറൽ ഹെൽപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ എല്ലാവർക്കും മോറൽ ഹെൽപ്പ്? യെസ്. ഇനി അടുത്തത് ഹാർമണി ആർക്ക് പറയാം? ഇതുപോലെ നിങ്ങൾ പറഞ്ഞോ, നിങ്ങളുടെ ആശയം വന്നിട്ട് എനിക്ക് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞാ പോരെ. ഹാർമണി ആർക്ക് പറയാം? ഹാർമണി എന്ന് പറഞ്ഞ എന്താ? ഹാർമണി ഐക്യമാണ് മിസ്. ഐക്യം. അതെ, ഐക്യത്തില്, സൗഹൃദത്തില്, സാഹോദര്യത്തില് ഒക്കെ ഐക്യത്തില് നമ്മൾ എന്താ പറയാ, ഹ്യൂമൻ ബീയിങ്സും അനിമൽസും ബേർഡ്സും ഒക്കെ ഒരു ഹാർമണിയില് ജീവിക്കുന്നവരാണ്. എല്ലാവരും ഐക്യത്തോടെ അല്ലെ. ഈ ഭൂമി മനുഷ്യന്മാർക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണോ? അല്ല, എല്ലാ ലിവിങ് ബീയിങ്സിനാണ്. അപ്പൊ ഓൾ ലിവിങ് ബീയിങ്സ് ലിവ് ഇൻ ദിസ് എർത്ത് ഇൻ ഹാർമണി എന്നാ നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ എവിടെയോ സെന്റൻസ് എഴുതി കണ്ടുപഠിച്ചിരുന്നു അല്ലെ. ഈ ലോകത്ത്, ഭൂമിയിലെ, എർത്തിലെ എല്ലാ ജീവജാലങ്ങളും ഹാർമണിയിലാണ് ജീവിക്കുന്നത്. എല്ലാവരും അവരവരുടെ പരസ്പരം കൊണ്ടും കൊടുത്തൊക്കെ ജീവിക്കുന്നവരാണ്. അപ്പൊ ഹാർമണിയുടെ വേർഡിന്റെ അർത്ഥം പറയാൻ വേണ്ടി മാത്രം ഞാൻ അത് പറഞ്ഞതാണ്. ഇവിടെ ഹാർമണിക്ക് എന്താണ് സ്ഥാനം? നമ്മുടെ കൊഹേഷൻ എന്ന് പറയുന്നതില് ഒന്ന് വായിച്ചിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഞാൻ പറയാം. Harmony is encouraged in the class through working together. As there is only one set of material in a class, a child who wants to use them will have to wait till the child who is using it has finished and put it back in its place. Through this, the children learn to exercise patience and respect, which will gradually bring about harmony in the class. അതായത് ഒരു ക്ലാസ്സിൽ ഓൾറെഡി ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം മറ്റൊരാൾക്ക് ആവശ്യമാണ്. അപ്പൊ ആൾ ഉപയോഗിച്ച് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം അത് എടുക്കുക. അതായത് അവര് ചെയ്ത ഒരു പ്രവൃത്തിക്ക് റെസ്പെക്ട് കൊടുക്കുക, അവര് തിരിച്ച് അവരെ ഉപയോഗം കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് കാണിക്കുക. അതുവഴി ഇത് ഗ്രാജുവലി നമ്മുടെ ക്ലാസ്സിലൊരു ഐക്യം നിലനിർത്തും. യെസ്, വെരി ഗുഡ്. അത് നല്ല രീതിയിൽ പറഞ്ഞു. അതായത് ഹാർമണി നമുക്ക് ക്ലാസ്സുകളിൽ എൻകറേജ് ചെയ്യാം, പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഐക്യം. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം അല്ലെ. അങ്ങനെ ആ ഒരു ഒരുമിച്ച് സഹോദര്യത്തിലും അല്ലെങ്കിൽ ഒരുമയിലും ഒത്തൊരുമയിലും ഒക്കെ നിൽക്കണമെന്ന് കുട്ടികളെ ക്ലാസ് റൂമിൽ നിന്ന് തന്നെ നമുക്ക് പഠിപ്പിച്ചു വിടാം എന്നാ പറയണത്. കാരണം അതിന് ഉദാഹരണമാണ് അവർ പറയണേ. ഇപ്പോ നമ്മുടെ ക്ലാസ്സിൽ ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കളിക്കുന്നതോ അല്ലെങ്കിൽ എന്താ പറയാ പഠിക്കുന്നതിന് ആവശ്യമായ മെറ്റീരിയൽസ് എന്തെങ്കിലും 1-2 ഒക്കെ ഉള്ളൂ. അത് കുറച്ച് കുട്ടികൾക്ക് ആദ്യം അത് പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷെ അത് ഇനി അടുത്ത ടേണിൽ മറ്റുള്ള കുട്ടികൾക്ക് അത് ഉപയോഗിക്കാൻ കുറച്ച് ക്ഷമയോടെ, പേഷ്യൻസ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. പേഷ്യൻസ്, അതുപോലെ തന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തിയോട് റെസ്പെക്ട്ഫുള്ളി അത് നോക്കി കണ്ട് സമാധാനത്തോടെ ക്ഷമയോടെ മാറി നിൽക്കേണ്ട ഒരവസ്ഥ. അത് ആ ഒരു സഹനശക്തി, ഏത് ക്ഷമിക്കാനും അവരെ റെസ്പെക്ട് ചെയ്യാനും, അവനും അത് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അത് ചെയ്ത് തീരട്ടെ എന്നത് വരെ കാത്തു നിൽക്കാനുള്ള ഒരു ഇതിലേക്ക് കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കുകയും കൂടിയാ ചെയ്യാതെ ഇതിലൂടെ. അപ്പൊ സെറ്റ് ഓഫ് അവനത് ഉപയോഗിച്ച് കഴിഞ്ഞു, അത് അതിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയി വെച്ച് കഴിയുമ്പോൾ ഇനി ഞാൻ പോയി അതെടുത്ത് എനിക്ക് വേണ്ടി അതുപോലെ ചെയ്യാനും ഉപയോഗിക്കാനും പറ്റണം. ആ ഒരു റെസ്പെക്റ്റും പേഷ്യൻസും കുട്ടികള് എവിടെ പഠിക്കും? സ്കൂളുകളിൽ, ക്ലാസ് റൂമിൽ പഠിക്കും. അത് അവരെ എന്താ പറയാ ഐക്യത്തിന്, എന്താ പറയാ എല്ലാവരും തമ്മിലുള്ള ഒരു ഐക്യം സൃഷ്ടിക്കാനിടയാ. അല്ലെങ്കിൽ എന്ത് പറ്റും? ഇവിടെ ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, നീ ചെയ്യില്ല ഞാൻ ആദ്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പോയി തട്ടിപ്പറിക്കുന്നു, ബഹളം വെക്കുന്നു. അവിടെ എന്ത് ഹാർമണിയാ ഉള്ളത്? ഇല്ല, ബഹളമാണ് ഉണ്ടാകുക. ആരും ചെയ്യലും ഉണ്ടാവില്ല അല്ലെ, തല്ലുപിടുത്തവും ഇതൊക്കെ ആയിരിക്കും അല്ലെ. യെസ്, അപ്പൊ അതാണ് ഹാർമണിയെ കുറിച്ച്. ഇതൊക്കെ കെട്ടുറപ്പിന്റെ ഭാഗമാണ്. ഒരു നല്ല സൊസൈറ്റി ഓഫ് കൊഹേഷനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ, ഫോം ചെയ്തെടുക്കാനുള്ള ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം, ശീലിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? യെസ്. ഇനി അടുത്തത്, ഇത്തരം കെട്ടുറപ്പുണ്ടെങ്കിൽ the following can be perceived of the children. കുട്ടികളില് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. ഇത്തരം കെട്ടുറപ്പുണ്ടെങ്കിൽ കുട്ടികളില് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് നോക്കിയിട്ട് ആർക്ക് പറയാം? ആദ്യത്തെ
അതായത് കെട്ടുറപ്പുള്ള ഒരു കുട്ടി സമൂഹത്തെ നമ്മൾ വളർത്തിയെടുത്താൽ അവരിൽ പ്രതീക്ഷിക്കാവുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് കോപ്പറേഷൻ, ദെൻ ഡിസിപ്ലിൻ, സോഷ്യൽ സെന്റിമെന്റ്, ഒബീഡിയൻസ് ആൻഡ് ക്യാരക്ടർ. വളരെ സിമ്പിൾ സാധനങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചിട്ട് നിങ്ങളോട് പറയാൻ പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ വേറെ ആരെങ്കിലും പറയൂ? ബാക്കിയുള്ളവർ ആരെങ്കിലും ഒക്കെ പറയും. രേവതിയും പറഞ്ഞു, അച്ചുവും പറഞ്ഞു. ഇനി എനി അതർ പേഴ്സൺ വേറെ ആരെങ്കിലും ഒന്ന് പറയും. വായിച്ചു നോക്കിയിട്ട് അവരൊന്ന് റെഡി ആവട്ടെ കേട്ടോ. ഫോർവേഡ് വരിക വായിക്കാനും. അത് കുഞ്ഞതാണ് കോപ്പറേഷൻ. കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്താ? സഹകരണം. അതാണ് കേട്ടോ അതിന്റെ അർത്ഥം അതാണ്. സോ അത് കണക്ട് ചെയ്തൊന്ന് വായിച്ചിട്ട് പറയാം. അതില്ല പറയാൻ. ഞാൻ പറഞ്ഞാ മതിയാ? വേറെ ആരും ഇല്ല? നോക്കട്ടെ ടച്ചു, ഒരു മിനിറ്റ്. ആരെങ്കിലും വായിച്ചിട്ട് റെഡി ആവണ്ടോ നോക്കട്ടെ. ഞാൻ വായിക്കാം. വായിച്ചു. ശരി. Cooperation. When the activity necessitates it, the children voluntarily work in group, cooperate. When they need to, this is the outcome of a free life with a free activities. ശരിയാണെന്ന് അറിയില്ല. എന്തെങ്കിലും ഒരു പ്രവൃത്തിയൊക്കെ ക്ലാസ്സിലൊക്കെ ചെയ്യാൻ വരുമ്പോ സ്വമേധയാ ഞാനും കൂടാം എന്ന് പറഞ്ഞ് ചെയ്യുകയും മാറി നിൽക്കാതെ ഗ്രൂപ്പായിട്ട് ചെയ്യുകയും അതിന് സഹായിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് വരുന്നത്. അതെ, അതൊരു ഫ്രീ ലൈഫ് വിത്ത് ഫ്രീ ആക്ടിവിറ്റി. ഫ്രീ ആയിട്ട്, അതായത് അത് തന്നെയാണ് സഹകരണമാണ്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ടീച്ചേഴ്സ് ഒക്കെ ക്ലാസ്സിൽ കൊടുക്കുമ്പോൾ അത് ഒറ്റയ്ക്ക് ചെയ്യാതെ ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ അത് ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടി അത് സഹകരിച്ച്, അതായത് ഫ്രീ മൈൻഡ് ചെയ്യുന്നവർ വരെയാണ്. ഞാനും കൂടി അതിൽ കൂടാം. കണ്ടോ, കോപ്പറേഷൻ മെന്റാലിറ്റി കുട്ടികളിൽ വർദ്ധിക്കും ഈ ഒരു കെട്ടുറപ്പുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പറയും, ഓ ഞാൻ അവന്റെ കൂടെ കൂട്ടില്ല, അല്ലെങ്കിൽ അവളുടെ കൂടെ. അത് ചെറിയ കുട്ടികളിൽ നിന്നാണ് ശീലിക്കുന്നത്. ബിക്കോസ് ചെറിയ കുട്ടികളിലാണ് അത്തരം ചിലപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറി നിൽക്കുക. എന്ന് വെച്ചാൽ അവര് കൂടണ്ട, ആരെങ്കിലും പിടിച്ചു വലിച്ചു കൊണ്ടാക്കണം, അങ്ങനെയില്ല. അവർ വോളണ്ടറിലി ആണ്, സ്വമേധയാ അതിനകത്തേക്ക് വരുന്നു ആ ഗ്രൂപ്പിലേക്ക്. എന്നിട്ട് ആ ഗ്രൂപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുമിച്ച് അങ്ങനെയുള്ള ഒരു അവസരം വരുമ്പോൾ അവർ ചെയ്യുന്നു. അതൊരു ഫ്രീ ലൈഫ് അല്ലെങ്കിൽ ഫ്രീ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് അതിന്റെ ഒരു ഇതാണ്. കാരണം കുട്ടികൾ ഫ്രീ ആയിട്ട് ചെയ്യാൻ അവർ പ്രാപ്തരാണ്. ബിക്കോസ് അവരെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ കെട്ടുറപ്പോടെ മോണ്ടിസോറി ട്രെയിനിങ്ങിലൂടെ അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ മറ്റുള്ളവർക്ക് എന്തെങ്കിലും എന്താ പറയാ ആക്ടിവിറ്റിയിൽ അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടി ചേർന്ന് അത് നമുക്കതൊന്ന് ഭംഗിയാക്കാം എന്നുള്ള ചിന്ത കുട്ടികളിലേക്ക് വരുന്നു. ആ ഒരു സഹകരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. യെസ്, മനസ്സിലായോ എല്ലാവർക്കും? അത് എന്താണ് കോപ്പറേഷൻ എന്ന് മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി മാം. ഓക്കെ. സോ നമുക്ക് അതിന്റെ അടുത്ത പോയിന്റ് ആര് പറയും? നെക്സ്റ്റ് വൺ ഡിസിപ്ലിൻ ആണ്. ഡിസിപ്ലിൻ. മാം ഞാൻ പറഞ്ഞു നോക്കട്ടെ. ജോസ്മി പറയും. Discipline. This is not a forced obedience but a social discipline whereby everyone selects his work doing different things but all work in unison through exercising patience and respect for others. The children learn to work in an orderly manner and peacefully together, getting harmonious discipline. ഈ അനുസരണം എന്ന് പറയുന്നത് നിർബന്ധിപ്പിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. പിന്നെ എന്ത് വർക്ക് ചെയ്യുമ്പോഴും ഒരു സഹകരണത്തോടു കൂടി, അതായത് ഒരു അച്ചടക്ക ഭാവത്തോടു കൂടി നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുവഴി നമുക്ക് കുറച്ച് ക്ഷമയും പിന്നെ ഒരു ബഹുമാനവും അങ്ങനെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. കുട്ടികൾ എന്ത് പറ്റും? ഓർഡറായിട്ട് കാര്യങ്ങളൊക്കെ ഒരു ഓർഡറായിട്ട് വളരെ സമാധാനത്തോടെ അല്ലെ, ഒരു
ഐക്യത്തോടെ ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെ, ശരിക്കും പറഞ്ഞാൽ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ്ഡ് ഒബീഡിയൻസ് അല്ല. നമ്മളവരെ ഈ എന്താ പറയാ അച്ചടക്കമൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ നിർബന്ധിച്ച് അനുസരിപ്പിക്കേണ്ട ഒന്നല്ല അച്ചടക്കം എന്ന് പറയുന്നത്. അത് അവരുടെ പ്രവൃത്തിയിലൂടെ വരണം, അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പൊ ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ ഓരോരുത്തരും അവരവരുടെ ജോലിയിൽ അവരത് എന്താ പറയാ ഒരു സോഷ്യൽ ഡിസിപ്ലിൻ, ഒരു സമൂഹത്തിൽ നമ്മളെങ്ങനെ അച്ചടക്കവും മറ്റു മര്യാദകളും പാലിക്കണം, അത് പാലിച്ച് എങ്ങനെ നമുക്ക് യൂണിസൺ ആയിട്ട് വർക്ക് ചെയ്യാം, എങ്ങനെ യൂണിസൺ എന്ന് പറഞ്ഞ ഐക്യത്തോടെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ആ കുട്ടികൾ ശീലിച്ചെടുക്കും. അപ്പൊ അതിലൂടെ അങ്ങനെ ഡിസിപ്ലിൻഡ് ആകുമ്പോ ഒബീഡിയന്റ് ആകുമ്പോ ആ കുട്ടികൾ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ്, ക്ഷമയും മറ്റുള്ളവരോടുള്ള ബഹുമാനവും ആ കുട്ടികൾ ശീലിക്കും. അതോടൊപ്പം തന്നെ കുട്ടികൾ ഓരോ കാര്യങ്ങളും ഓർഡർ ആയിട്ട് ചെയ്യാൻ, എന്ന് വെച്ചാൽ അടുക്കും ചിട്ടയായിട്ട് ചെയ്യാൻ, ഇങ്ങനെയൊക്കെ അലമ്പായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്തൊരു ഓർഡർ അല്ലാണ്ട് പല അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അത് എന്താ പറയാ അത് അവരുടെ ശരിയായ ഒരു രീതി ആവൂല വളർന്നു വരുമ്പോ. ഒരു കണക്ക് ചെയ്യാൻ കൊടുത്തു അല്ലെങ്കിൽ ഒരു കുറച്ച് വിഷയങ്ങൾ കുട്ടികളോട് പറയാണ് ക്ലാസ്സിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടില് ഇന്നൊരു ടൈം ടേബിൾ നീ ഇങ്ങനെ പഠിക്കേ, പക്ഷെ അവർ പഠിക്കണ്ടാവും, പക്ഷെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ ഇല്ല പഠിക്കുന്നതിന്. എന്തൊക്കെയോ വായിച്ചു പഠിച്ചു അല്ലെങ്കിൽ എന്താണ് നീ പഠിച്ചത്, ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികൾ ഈ രീതിയിൽ അവര് കാര്യങ്ങൾ മനസ്സിലാക്കി ഒബീഡിയന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ഓർഡർ അവരുടെ ഇതിലെ ജീവിതത്തിൽ പലപ്പോഴും അവർക്ക് ശീലിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനും കീപ്പ് ചെയ്യാൻ പറ്റും. ഐക്യത്തോടെ ഒരു എന്താ പറയാ അച്ചടക്കമൊക്കെ പാലിക്കാനും കുട്ടികൾ ശീലിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ. മനസ്സിലായല്ലോ? ഓക്കെ, പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അത് തന്നെയാണ് ഇവിടെ വീണ്ടും ഒന്നുകൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. യെസ്, അപ്പൊ ഒന്ന് രണ്ടുപേര് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആകുമല്ലോ. യെസ്, അപ്പൊ അടുത്ത പോയിന്റ് ആര് പറയും? സോഷ്യൽ സെന്റിമെന്റ്. ഞാൻ പറയാം. ഓക്കെ. Social sentiment happens when the child is proud and happy to belong to his group. അതായത് ഒരു കുട്ടി ഒരു ഗ്രൂപ്പിലെ അംഗമായിരിക്കുമ്പോൾ തോന്നുന്ന അഭിമാനവും സന്തോഷമാണ് ഈ സാമൂഹിക ബോധം എന്ന് തോന്നുന്നത്. അപ്പൊ ആ കുട്ടി ആ ഗ്രൂപ്പിൽ നിൽക്കുമ്പോ there is a sense of unity as child is not only proud. തന്റെ ഒരാളുടെ ഇതിൽ മാത്രമല്ല ആ ഗ്രൂപ്പിന്റേതായിട്ടുള്ള ഒരു അഭിമാനത്തോടു കൂടിയാണ് വർക്ക് ചെയ്യുന്നതും അച്ചീവ്മെന്റ് ഓഫ് ദി ഗ്രൂപ്പിന്റെ നേട്ടങ്ങളും ഉള്ളത്. അതെ, സോഷ്യൽ സെന്റിമെന്റ് ഉണ്ടാകുന്നത് ഒരു ചൈൽഡ് when they are feeling happy and proud, അതായത് ആ ഒരു ഗ്രൂപ്പിലായതുകൊണ്ട് ഉണ്ടാകുന്ന സന്തോഷവും അഭിമാനവും. നമ്മൾ പണ്ടൊക്കെ സ്കൂളുകളിലൊക്കെ കുട്ടികളെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ തിരിക്കും. അപ്പൊ ചില ഗ്രൂപ്പുകളിലൊക്കെ വരുമ്പോ ആ ഗ്രൂപ്പിലായതുകൊണ്ടുള്ള ഒരു സന്തോഷം അല്ലെ, ആ ഒരു അഭിമാനം, എന്നെ കൂടി ആ ഗ്രൂപ്പിൽ അവർ ചേർത്തു, ആ ഒരു മൈൻഡ് കുട്ടികളിലേക്ക് വരുന്നു. അപ്പൊ ആ കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു മനസ്സിൽ അങ്ങനെയുള്ള ഒരു വികാരം വന്നു കഴിയുമ്പോൾ അവർക്ക് ഒരു കാര്യം മാത്രമല്ല, അതായത് ഞാൻ ആ ഒരു എന്താ പറയാ യൂണിറ്റി, സെൻസ് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഐക്യത്തിന്റെ ആ ഒരു ചിന്ത മാത്രമല്ല അവർക്ക് വരിക, മാത്രമല്ല അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ കാര്യങ്ങൾ മാത്രമല്ല, പക്ഷെ ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു നേട്ടമായിട്ട് കൂടി അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഞാനും കൂടി ഉൾപ്പെട്ട ആ ഗ്രൂപ്പിനെ എന്താ പറയാ പല രീതിയിലും എങ്ങനെയെങ്കിലും ഏത് രീതിയിലും നമ്മൾ ചെയ്യുന്ന ജോലി എന്താണോ ഗ്രൂപ്പിൽ ചെയ്യുന്നത് അത് നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ശ്രമം കൂടിയാണ് ആ കുട്ടിക്ക് തോന്നുക. അതാണ് എന്താ പറയാ സോഷ്യൽ സെന്റിമെന്റ്. ദാറ്റ് മീൻസ് സോഷ്യൽ മീൻസ് സൊസൈറ്റിയാണ്. സൊസൈറ്റി മീൻസ് ഇവിടെ ഗ്രൂപ്പുകളാണ്. പല ഗ്രൂപ്പുകളിൽ പെടുന്ന കുട്ടികൾ ആ ഗ്രൂപ്പിന്റെ നേട്ടം തന്റെയും കൂടിയും നേട്ടമാണ്, അതിൽ തനിക്ക് അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളൊരു ഫീലിംഗ് കുട്ടിക്ക് ഉണ്ടാകുന്നു. അതാണ് സോഷ്യൽ സെന്റിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് തോന്നുന്നു. അത്രയും സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് തന്നെയാണ് കൊടുത്തേക്കണേ. യെസ്, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഒബീഡിയൻസ്. അനുസരണം. Obedience. വായിക്കട്ടെ മിസ്സേ. Children in Montessori classrooms are happy, harmonious, and peaceful with themselves. They are able to take instruction from their teachers. This is not a forced discipline or obedience, but more than that, inner discipline as a result of inner growth, and the children are proud of being able to help their classmates. മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികള് അനുസരണ അത് സന്തോഷവും സന്തോഷവും സമാധാനവും നൽകുന്ന ഒന്നാണ്.
നിറഞ്ഞ ഒരു അന്തരീക്ഷം അവരിൽ സൃഷ്ടിക്കുന്നു. പിന്നെ അത് അവരിൽ ഒരു ഫോഴ്സ് ചെയ്ത ഒരു അനുസരണയല്ല, നിർബന്ധത്താലൊക്കെ ഉള്ള അനുസരണയല്ല, ഇന്നർ ഡിസിപ്ലിൻ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ രൂപപ്പെടുന്ന ഒരു അച്ചടക്കമാണ്. അവരുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇത് വരുന്നത്, അല്ലാണ്ട് നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യുന്നതല്ല. അപ്പം എന്താ അല്ലെ ടീച്ചറെ, മിസ്സേ? അതെ അതെ കറക്റ്റ് ആണ്. അതെ, മോണ്ടിസോറി ക്ലാസ് റൂമുകൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ക്ലാസ് റൂമാ? അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാ? ഹാപ്പി, ഹാർമോണിയസ് ആൻഡ് പീസ്ഫുൾ. സന്തോഷവും സമാധാനവും ഐക്യവും നിറഞ്ഞ ഒരു ഇടമാണ് ഒരു മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ സന്തുഷ്ടരാണ്, ഞങ്ങൾ ഐക്യത്തോടെയാണ് ഇവിടെ ക്ലാസ്സിൽ ആയിരിക്കുന്നത്, ഞങ്ങൾ വളരെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിലാണ് ആയിരിക്കുന്നത് എന്നുള്ള ഒരു വിചാരം കുട്ടികളിൽ സ്വന്തമായിട്ട് വരും. അത് മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ അവർ വരുമ്പോ ഇവിടെ കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കേണ്ട. ദേ ആർ നോട്ട് ഫോഴ്സ്ഡ് ടു ടേക്ക് ഒബീഡിയൻസ്. അനുസരണം അവരെ ശീലിപ്പിക്കാനായിട്ട് നമ്മൾ അധികം ഫോഴ്സ് ഒന്നും എടുക്കണ്ട. ജസ്റ്റ് ഹാവ് ടു ഗിവ് സം ഇൻസ്ട്രക്ഷൻസ്. കുട്ടികൾക്ക് ആവശ്യത്തിന് ടീച്ചേഴ്സ് എന്ത് കൊടുത്താൽ മതി? ചില നിർദ്ദേശങ്ങൾ, ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് മാത്രം കൊടുത്താൽ മതി. ഇൻസ്ട്രക്ഷൻസ് വേണം, കാരണം കൊച്ചു കുട്ടികളല്ലേ മോണ്ടിസോറി ക്ലാസ് റൂമിലൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് വളരെ സമാധാനത്തോടും സന്തോഷത്തോടും ഐക്യത്തോടും കൂടെ സ്വീകരിക്കാൻ കുട്ടികൾ തയ്യാറാണ്. അവർക്ക് യാതൊരു പ്രശ്നവുമില്ല അതിനകത്ത്. അപ്പൊ അവർക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട? ഡിസിപ്ലിനെ ഫോഴ്സ് ചെയ്ത് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഉള്ളിൽ തന്നെ ദർ ഈസ് ആൻ ഇന്നർ ഡിസിപ്ലിൻ. എല്ലാവരുടെ ഉള്ളില് ഒരു ഇന്നർ ഡിസിപ്ലിൻ ഉണ്ട്, ഒരു ഉള്ളിലൊരു അച്ചടക്കം ഉണ്ട് അവരുടെ. കാരണം അതുകൊണ്ടാണ് അവർക്ക് അത് നേടുന്നത്. ആ ഒരു ഇന്നർ ഡിസിപ്ലിൻ അവർക്ക് ഉണ്ടാകുന്നത് ഇന്നർ ഗ്രോത്ത് ചെയ്യുന്ന. കാരണം അവരുടെ ഉള്ളിൽ നിന്നുള്ള വളർച്ചയാണ്, മാനസികമായിട്ടുള്ള വളർച്ച തന്നെയാണ് അവരെ ആ ഒരു ഡിസിപ്ലിനിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടൊപ്പം തന്നെ അവരിൽ ഒരു അഭിമാനം കൂടി വളർന്നു വരുന്നുണ്ട്. എന്ത് അഭിമാനമാണ്? ദേ ആർ ഹെൽപ്പിംഗ് ദെയർ ക്ലാസ്മേറ്റ്സ്. അവർക്ക് അവരുടെ കൂട്ടുകാരെ, തന്റെ ക്ലാസ്സിലുള്ള കുട്ടികളെയൊക്കെ ഞങ്ങൾ സഹായിക്കുന്നു എന്നുള്ള ഒരു മനസ്ഥിതി, ഒരു അഭിമാനവും ആ കുട്ടികളിൽ വളർന്നു വരുന്നു. അതാണ് ഒബീഡിയൻസ്. അപ്പൊ അച്ചടക്കം അല്ലെങ്കിൽ അനുസരണം അത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയല്ല, കുട്ടികള് ടീച്ചേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് പാലിച്ച് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, കാരണം അവരുടെ ഉള്ളിൽ ദർ ഈസ് ആൻ ഇന്നർ ഡിസിപ്ലിൻ. ഒരു ഇന്നർ ഡിസിപ്ലിൻ കുട്ടികളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആൻഡ് ഓൾസോ ദേ ആർ പ്രൗഡ് ഓഫ് ബീങ് ഹെൽപ്പിംഗ് ദെയർ ക്ലാസ്മേറ്റ്സ്. മാത്രമല്ല അവർക്ക് അവരുടെ ക്ലാസ്സിലെ കുട്ടികളെ, ക്ലാസ്മേറ്റുകളെ സഹായിക്കുന്നു എന്നുള്ള അഭിമാനവും അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, അവസാനത്തത് പറയാമോ? ക്യാരക്ടർ ആണ് ലാസ്റ്റത്തെ. ആര് വായിക്കും? ആര് പറയും? വായിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി, ധൃതി പിടിക്കണമെന്നില്ല. ഓക്കെ, വായിച്ചു നോക്കിയിട്ട്. ഷെനി റെഡിയാണ്? ഓക്കെ. I'm sorry. When the children have the apt environment and conditions, they are able to evolve their character. A person of character is free, confident, resolute, etc. The formation of these qualities come from experience and exercise. It cannot be taught. Therefore, children must get the opportunity to exercise these to form character. They must learn to take their own decisions, and when they decide and select for themselves, they develop these qualities. അവര് അതിന്റെ കണ്ടീഷൻസ് ഒക്കെ കുട്ടികൾ ഒരുമിച്ച് ഇങ്ങനെ കളിക്കുന്നത് കൊണ്ടും പഠിക്കുന്നത് കൊണ്ടൊക്കെ അവരുടെ എന്താ പറയാ കോൺഫിഡന്റും ഒരു ഐക്യമൊക്കെയും കുട്ടികൾ വളരുന്നു. അത് ടീച്ചർ പറയുന്നത് കൊണ്ട് മാത്രമല്ല, അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ അത് വരുന്നത് കൊണ്ട് അവർക്കൊരു എക്സ്പീരിയൻസ്, കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഒക്കെ അവർക്ക് കിട്ടുന്നത് കൊണ്ട് അവരുടെ ക്യാരക്ടർ തന്നെ നല്ലൊരു ക്യാരക്ടറായിട്ട് അവര് രൂപപ്പെടുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് അവർക്ക് സ്വന്തം അഭിപ്രായങ്ങളും തീരുമാനങ്ങളൊക്കെയും അവരിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നു. They must learn to take their own decisions. അവിടെ ഓണ് ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണമെന്നില്ല. കണ്ടിന്യൂ ചെയ്യുന്ന സെന്റൻസ് ആണ്. They must learn to take their own decisions, and when they decide and select for themselves, they develop these qualities. അങ്ങനത്തെ സെന്റൻസ് ആണ് കേട്ടോ. അവിടെ ഓൺ ക്യാപിറ്റൽ ലെറ്റർ ഒന്ന് മാറ്റി കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് സെന്റൻസിന്റെ മീനിങ് കിട്ടും. ഓക്കെ, അപ്പൊ എന്താ പറയാ, കുട്ടികള് അവരുടെ ആപ്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ്, ഓരോ കുട്ടികളും അവർക്ക് അനുയോജ്യമായ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു പരിസ്ഥിതി അവർക്ക് കിട്ടുമ്പോ, മനസ്സിലായോ? അതായത് ഇപ്പൊ അവരുടെ കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ,
ഇപ്പൊ ചില കുട്ടികളൊക്കെ സ്കൂളുകളിൽ കൊണ്ടുവന്നാക്കി കഴിയുമ്പോ ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ പ്രവേശനോത്സവം എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ അല്ലെ, അവിടെയൊക്കെ നമുക്ക് ഭയങ്കര കരച്ചില് ബഹളം ഇതൊക്കെ കാണും അല്ലെ, കാണാം, കുട്ടികൾ ഓടിപ്പോകും, അമ്മമാരുടെ ഒപ്പം തന്നെ ഓടിപ്പോകുന്നു. പക്ഷെ when they are okay with the environment and the conditions, കുറച്ച് ദിവസങ്ങൾ എടുക്കും അത്. കാരണം പെട്ടെന്ന് നമ്മുടെ വീട് എന്ന് പറയുന്ന അന്തരീക്ഷത്തിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അടുത്ത് എപ്പോഴും ആയിരുന്ന കുട്ടി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയ കുട്ടീനെ ഒറ്റയിടത്തേക്ക് പറിച്ചിങ്ങനെ നടുമ്പോഴേ ഉണ്ടാകുന്ന ഒരു ഇതാണ്. പക്ഷെ പിന്നീട് when they are getting apt to that environment and conditions, അവരുടേതായ ആ ഒരു എൻവയോൺമെന്റിലേക്ക് അവര് അങ്ങനെ പറിച്ചു നട്ടാലും കുറച്ച് കഴിയുമ്പോൾ അവരതിലേക്ക് ഇങ്ങനെ ചേരാൻ തുടങ്ങി കഴിയുമ്പോൾ അത് they will be able to develop their character. അത് അവരുടെ സ്വഭാവ രൂപീകരണത്തിനൊക്കെ കുറച്ച് സഹായിക്കുന്നുണ്ട്. പിന്നീട് അവർ അങ്ങോട്ടേക്ക് ആവുമ്പോൾ ആ ഒരു ചുറ്റുവട്ടവുമായിട്ട് അവര് ഇണങ്ങിച്ചേർന്നു അല്ലെ. അങ്ങനെ വരുമ്പോ ഒരു ഒരു വ്യക്തിക്ക് അവരുടെ ക്യാരക്ടർ വളരെ ഫ്രീ ആയിട്ട് അല്ലെ, വളരെ കോൺഫിഡന്റ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, രൂപീകരിക്കാൻ പറ്റും. അതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് എന്ന് വെച്ചാൽ ഓരോ കുട്ടികളുടെയും ആ ഒരു ഫോർമേഷന്, അവരുടെ ക്യാരക്ടർ രൂപീകരണത്തിന് വേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ എവിടുന്ന വരുന്നത്, അവരുടെ ഓൺ എക്സ്പീരിയൻസ്. നമ്മളുടെ ഒരു സ്വാഭാവിക രൂപീകരണത്തിന്റെ അടിസ്ഥാനമാകുന്നത് ഈ സ്കൂളിൽ നിന്നാണ്. സ്കൂളിലെ കൂട്ടുകാരോടൊപ്പം കളിക്കുമ്പോൾ അവരുടേതായ ചില സ്വഭാവം കൂടി നമ്മൾ സ്വാംശീകരിച്ചെടുക്കും. അപ്പൊ നമ്മൾ വീട്ടിൽ എല്ലാ ദിവസവും എനിക്ക് ഇത് തന്നെ, കാരണം അവനതാ കൊണ്ടുവരുന്നേ. ചില കുട്ടികൾ വീട്ടിൽ വന്ന് വാശി പിടിക്കും, ആ കുട്ടി എല്ലാ ദിവസവും ഇന്നതാണ് അവന്റെ സ്നാക്ക് ബോക്സിൽ കൊണ്ടുവരുന്നത്, സോ ഐ ഹാവ് ടു ഗിവ് ഓൾസോ ടേക്ക് ദിസ്, എനിക്കും അത് ക്ലാസ്സിൽ കൊണ്ടുപോകണം എന്നൊക്കെ ചില കുട്ടികൾ വാശി പിടിക്കും. അത് അവന്റേതായ രീതിയിൽ കൊണ്ടുവരുന്നതാണ്. അപ്പൊ അമ്മമാര് പറഞ്ഞു കൊടുക്കും അല്ലെ, അത് അവന്റെ, ഇത് നീ, നിങ്ങൾ അവിടെ ഷെയർ ചെയ്ത് കഴിക്കുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ ചില സ്വഭാവങ്ങള് അതൊക്കെ കുട്ടികൾ ഇങ്ങനെ സ്കൂളുകളിൽ നിന്ന് പല രീതിയിലും സ്വീകരിക്കുന്നുണ്ട്. അത് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അവരത് പിന്നെ പ്രാവർത്തികമാക്കുന്നു. അതൊന്നും നമ്മൾ പഠിപ്പിക്കേണ്ട, അതങ്ങനെ ആയിത്തീരുകയാണ്. എന്നാൽ നീ ഇങ്ങനത്തെ സ്വഭാവത്തിലാവണം എന്ന് നമ്മൾ അവരെ പഠിപ്പിച്ചുവിടുണ്ടോ? ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ടോ? അമ്മമാര് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവരവിടെ ആയിച്ചേർന്നു. ചെന്നപ്പോ തന്റെ കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളും അവർ പഠിച്ചെടുക്കുന്നു. നമ്മൾ ആരും ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്നതല്ല. അവർക്ക് അവസരം കിട്ടുമ്പോൾ അവരത് രൂപീകരിച്ചെടുക്കുന്നു, അവരുടെ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു സ്വഭാവം ഇല്ലാതിരുന്ന കുട്ടി ആ സ്വഭാവം പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അത് ആ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ആണ് അവനെ അതിന് പ്രേരിപ്പിക്കുന്നത്. സോ അപ്പൊ അവിടെ കുട്ടികള് ദേ വിൽ ലേൺ ടു ടേക്ക് ദെയർ ഓൺ ഡിസിഷൻസ്. അപ്പൊ കുട്ടികള് അവിടെ സ്വയം എന്താ പറയാ പര്യാപ്തത നേടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ടേക്ക് ദെയർ ഓൺ ഡിസിഷൻസ്, അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് ആ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതും കുട്ടികളുടെ സ്വഭാവത്തിന്റെ ഒരു മാറ്റമാണ്. മനസ്സിലായോ? സ്കൂളുകളിലേക്ക് വരുന്ന ആ മാറ്റം ക്യാരക്ടറിൽ നമുക്ക് പ്രകടമായി കാണാനും പറ്റും. ഓക്കെ, അതായിരുന്നു കറക്റ്റ് ആയിട്ടുള്ളത്. യെസ്. അപ്പൊ ഇതൊക്കെയാണ് ഒരു എന്താ പറയാ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കൊഹേഷൻ എന്ന് പറയുന്ന കെട്ടുറപ്പിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ചില കുട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില എന്താ പറയാ കാര്യങ്ങളാണ്. കോപ്പറേഷൻ പല കെട്ടുറപ്പ് കൂടുതലുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുട്ടികൾ തമ്മിൽ പരസ്പര സഹകരണം ഉണ്ടായിരിക്കും, അവർ വളരെയധികം ഡിസിപ്ലിൻഡ് ആയിരിക്കും, സോഷ്യൽ സെന്റിമെന്റ് ഉണ്ടാകും, ഒബീഡിയൻസ് വളരെയധികം നല്ല രീതിയിൽ ക്വാളിറ്റി ആയിട്ട് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ക്യാരക്ടർ ഡെവലപ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? ആ ചാപ്റ്റർ അത്രേ ഉള്ളൂ. സൊസൈറ്റി ഓഫ് കൊഹേഷൻ എന്ന് പറയുന്നത് 2 ദിവസം അടുപ്പിച്ചിട്ടുള്ളത് നമുക്ക് വേഗം ആ ഒരു ചാപ്റ്റർ തീർക്കാൻ പറ്റി. അപ്പൊ 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതി വെക്കാം. അതിന്റെ ആൻസർ നിങ്ങൾ അടുത്ത ദിവസം ഇപ്പൊ സമയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയാം കേട്ടോ. സമയമുണ്ടല്ലോ. അടുത്ത ചാപ്റ്റർ ഏതാണെന്ന് എനിക്ക് നോക്കട്ടെ കേട്ടോ. അടുത്ത ചാപ്റ്റർ ഏതാണെന്ന് എനിക്ക് എടുക്കാനുള്ളത്. ക്വസ്റ്റ്യൻ പറയാട്ടോ. എന്നിട്ട് ഞാൻ എടുക്കാനുള്ള ചാപ്റ്റർ വേറെ എവിടെയെങ്കിലും എല്ലാം നോക്കാം.
സംഭവം കൂടെ കാണുന്നില്ല. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ പറയട്ടെ, നിങ്ങൾ എഴുതെടുക്കോ? Yes. Yes. യെസ്, ഓക്കെ. യെസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ടീച്ചർ ഈസ് careful about the various stages of stages, S-T-A-G-E-S, the various stages of dash of the child and help him with internal needs. Internal, I-N-T-E-R-N-A-L, internal needs. Second question, children are able to attain, A-T-T-A-I-N, attain cohesion because they are naturally, N-A-T-U-R-A-L-L-Y, naturally, because they are naturally dash. Naturally dash. Another question, how should we help children? How should we help children to foster സ്പെല്ലിംഗ് ഒന്ന് പറയൂ, ലാസ്റ്റ് പറഞ്ഞേ. F-O-S-T-E-R, foster, F-O-S-T-E-R. How should we help children to foster the qualities of love, sympathy, and qualities of love, comma, sympathy, S-Y-M-P-A-T-H-Y, sympathy and feel for others. Feel for others. How should we help children to foster the qualities of love, sympathy, and feel for others? Okay, Edio. Yes, അടുത്ത question. നാലാമത്തല്ലേ? യെസ്, നാലാമത്തെ ക്വസ്റ്റ്യൻ ഏതാ?
The children must get. The children must get. Children must get the opportunity. The children must get the opportunity to exercise confidence, comma, resolute, 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 to form dash, to form, form, form dash. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ എഴുതിയത്? യെസ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരെയുള്ളതിന്റെ ആൻസേഴ്സ് ഒന്ന് വേഗം ഒന്ന് കണ്ടുപിടിച്ചേ നിങ്ങള്. പെട്ടെന്ന് ആൻസർ കിട്ടിയവരൊന്ന് പറഞ്ഞാൽ മതി. മിസ് 4 ക്വസ്റ്റ്യൻ ഉണ്ടായുള്ളൂ. സോറി അഞ്ചാമത്തെ കൂടി എഴുതിയിട്ട് മതി. അഞ്ചാമത്തെ പറയാം. നാലാമത്തെ ഒന്ന് പറഞ്ഞു തരുമോ? Question The children must get the opportunity to exercise confidence, resolute, comma കേട്ടോ, confidence ഇനിയൊരു comma, resolute, comma, to form dash, to form, form, to form dash. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എഴുതാം. In a Montessori environment, children are given dash. Children are given dash. Okay. ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കണ്ടുപിടിച്ച് അവിടെ എഴുതി വെച്ചിട്ട് വായിച്ചാൽ മതി.
കിട്ടിയില്ല? ഒന്നാമത്തേന്റെ കിട്ടി, ഒന്നറിയാം. ഒന്നാമത്തെ എന്താ? The teacher is careful about the various stage of ഉത്തരം development dash ആണ് അവിടെ of the child and help him with his internal needs. ഓക്കെ, ഒന്നാമത്തെ കറക്റ്റ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വേർഡ് ആണ് മിസ്സിംഗ്. രണ്ടാമത്തത് full of love, sympathy and feel for others. യെസ്, രണ്ടാമത്തെ ആൻസർ അതാണ്. ഫുൾ ഓഫ് ലവ്, സിമ്പതി ആൻഡ് ഫീൽ ഫോർ അതേഴ്സ്. മിസ് ഉത്തരം വരുന്നത് മൂന്നാമത്തെ ഹൗ ഷുഡ് ബി ഹെൽപ്പ് ചിൽഡ്രൻ ടു ഫോസ്റ്റർ ദ ക്വാളിറ്റീസ് ഓഫ് ലവ്, സിമ്പതി ആൻഡ് ഫീൽ ഓഫ് അതേഴ്സ് വരുന്നത് അത് നാച്ചുറൽ ആൻഡ് സ്പോണ്ടേനിയസ് യൂണിഫിക്കേഷൻസ് ഓഫ് കോഷ്യൻസ്. അതാണ് ഉത്തരം വരുന്നത്. കോഷ്യൻസ് മിസ്സേ ഇതാണോ മിസ്സേ? വി ഷുഡ് ഹെൽപ്പ് ദം ഫോസ്റ്റർ ദീസ് ക്വാളിറ്റീസ് ബൈ ഗിവിംഗ് ദം ദ റൈറ്റ് എൻവയോൺമെന്റ് ആൻഡ് കണ്ടീഷൻസ് ആണോ? ബൈ ഗിവിംഗ് ദം, അതാണ് ആൻസർ. ബൈ ഗിവിംഗ് ദം റൈറ്റ് എൻവയോൺമെന്റ് ആൻഡ് കണ്ടീഷൻസ്, അതാണ് ഉത്തരം. ബൈ ഗിവിംഗ് ദം റൈറ്റ് എൻവയോൺമെന്റ് ആൻഡ് കണ്ടീഷൻസ്, ശരിയായ രീതിയിലുള്ള എൻവയോൺമെന്റും കണ്ടീഷൻസും അവർക്ക് പ്രൊവൈഡ് ചെയ്താൽ ഇത്തരം ക്വാളിറ്റീസ് അവരിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഫോസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ ടു ഒബ്റ്റെയിൻ, കേട്ടോ, കിട്ടാം, ലഭ്യമാകാം. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ. അത് ക്യാരക്ടർ അല്ല വരുന്നത്. ദ ചിൽഡ്രൻ മസ്റ്റ് ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു എക്സസൈസ് കോൺഫിഡൻസ് റിസൾട്ട് ഓഫ് ഫ്രം ദ ക്യാരക്ടർ. ക്യാരക്ടർ ആണ് ആൻസർ വരണ്ടേ. യെസ്. ഫിഫ്ത്ത്, ഇൻ എ മോണ്ടിസോറി എൻവയോൺമെന്റ് ചിൽഡ്രൻ ആർ ഗിവൺ ഫ്രീഡം അല്ലേ മിസ്സേ? ഫ്രീഡം ആണ്. സോ 5 ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചു. ഓക്കെ, കറക്റ്റ് ആൻസേഴ്സ് ആണ്. എല്ലാവർക്കും എല്ലാ ഉത്തരവും കിട്ടി. ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ വേഗം ചോദിച്ച് മേടിച്ചോളിട്ടാ. ഇവിടെ ഉള്ളവര് ഇപ്പൊ പറഞ്ഞ ആൻസേഴ്സ് 5ഉം കറക്റ്റ് ആണ്. കഴിഞ്ഞ യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, ഓഫീസ് മാനേജ്മെന്റിന്റെ. ആണോ? അപ്പൊ ഞാൻ ഇന്നലെ ചോദിച്ചു, അത് ലാസ്റ്റിൽ പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല. ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ആൻസർ ഡിസ്കസ് ചെയ്തില്ല. അതെ, ഞാൻ അപ്പൊ അതിന്റെ ഇടയിൽ പറഞ്ഞു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ആൻസർ നമ്മള് ക്ലാസ്സിൽ ലാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഒന്നൊന്ന് വായിക്ക്. ആൻസർ കറക്റ്റ് ആയിട്ട് പറയണേ. എല്ലാവരും നോക്കിയേക്ക്. കഴിഞ്ഞ ചാപ്റ്ററിന്റെ ഓഫീസ് മാനേജ്മെന്റിന്റെ. What does the word office management mean? Maintaining the staff, maintaining the records, decision making, and so on. വെരി ഗുഡ്. അതെ, കറക്റ്റ് ആണ്. The teacher in the office work should not leak the message even to close friends or life partner. Keeping concealment is very important. ശരിയാണോ? Last question, give some examples for office works given to teachers. Delivery of uniforms, books, notebooks, and special books like workbooks, map, drawing books, diaries, or calendar books. യെസ്, കറക്റ്റ് ആണ്. കുറച്ച് ആക്ടിവിറ്റീസ് ഇത് ഓഫീസിലെ ടീച്ചേഴ്സ് ചെയ്യേണ്ട ജോലികളുടെ കുറച്ച് ആക്ടിവിറ്റീസിന്റെ പേര് പറയാനാണ്. അത് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം. ഓക്കെ, അവിടെ കുറച്ച് ഇതിന്റെ തന്നിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അവിടെ കുറച്ചുണ്ടായി, അതിൽ 2-3 എഴുതിയാൽ മതി. യെസ്, അപ്പൊ നമ്മളുടെ അത് കഴിഞ്ഞു. ഈ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ദിവസം നമ്മൾ വേറെ പുതിയ ചാപ്റ്ററുമായിട്ട് വരും. അപ്പൊ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ആരെങ്കിലും എന്തെങ്കിലും ആക്ടിവിറ്റീസ്. ഇപ്പൊ നമ്മൾ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലല്ലോ, ആരും ഒന്നും പറയുകയും ചെയ്യുകയും ചെയ്യാറില്ലല്ലോ. അതൊക്കെ നിങ്ങൾ വേണ്ടാന്ന് വെച്ച് തളർത്തി കളഞ്ഞോ? ഇവിടെ ഓരോ ബാച്ചുകാരും മോണ്ടിസോറി സ്റ്റുഡൻസ് കോൺവെക്കേഷൻ വരുമ്പോ എന്തൊക്കെ മേളവുമായിട്ടാ വരിക. പാട്ട്, കഥ എന്താ പറയാ, സ്കിറ്റ്, ഒപ്പന, ഡാൻസ്, പിന്നെ എന്താ പറയാ സ്പീച്ച്. ഞങ്ങളൊക്കെ കുറച്ച് പൊക്കിയൊക്കെ പറഞ്ഞു കൊടുത്ത് സ്പീച്ച് ഇതൊക്കെ കേൾക്കാനാണ് ഞങ്ങൾ ഇരിക്കുന്നത് കോൺവെക്കേഷൻ വരുമ്പോ. അപ്പൊ അതിലേക്കുള്ള പേടിയൊക്കെ മാറി ഇപ്പോഴേ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്തോ. ഇതൊക്കെ ഒരു വേദിയാണത്. നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല. നേരിട്ട് കാണാൻ വേണ്ടി വരുമ്പോ ഇതൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഇപ്പോഴേ തുടങ്ങി ഒന്ന് എക്സ്പീരിയൻസ്ഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പൊ വരുമ്പോ നമ്മള് വളരെ കുറെ നാളുകൾക്ക് മുമ്പുള്ള ഒരു ബന്ധത്തിൽ കാണുന്ന ആളുകളെ പോലെയും അപ്പൊ നമ്മളുടെ പേടിയൊന്നും ഇല്ലാണ്ട് നമുക്ക് കൃത്യമായിട്ട് ഫ്ലോയിൽ നമുക്ക് ഫ്രീ ആയിട്ട് എന്തും പറയാനോ സംസാരിക്കാനോ ചെയ്യാനോ ഒക്കെ പറ്റും കേട്ടാ. അപ്പൊ അതിനാണ് നിങ്ങളോട് അതൊന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പറയണേ. പിന്നെ നിങ്ങൾ അധികവും ചെയ്യാത്ത കുറച്ചു പേരൊക്കെ ആദ്യ ദിവസങ്ങളിലൊക്കെ ചെയ്തു. പിന്നീട് എനിക്ക് തോന്നുന്നു മടി വന്നതാണോ അല്ലെങ്കിൽ
അയ്യോ ഞാൻ തന്നെ എപ്പോഴും പാടിയാൽ മോശം അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇപ്പൊ ഒരാൾ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യും. അതാണ് അല്ലെ. ഇപ്പൊ അച്ചു എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വായിക്കും അല്ലെ. അപ്പൊ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ഷീസ് റെഡി, അവൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അവളിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. വായിക്കുന്നതായിക്കോട്ടെ, വെൽക്കം പറയുന്നതായിക്കോട്ടെ അല്ലെ. അപ്പൊ അത് ചെയ്യിപ്പിക്കുന്നു. അത് ആളുകൾ ഇല്ലാന്നാണ് ഞാൻ അങ്ങനെയാ പറയാറ്. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് റെഡി ആവട്ടെ. കാരണം എല്ലാവരും മുന്നോട്ട് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയെങ്കിലും പറഞ്ഞ സ്ഥിതിക്ക് ആരെങ്കിലും ഒരാളുണ്ടോ എന്തെങ്കിലും ചെയ്യാൻ? നമ്മുടെ ക്ലാസ് ഇന്നത്തെ ഇനിയിപ്പോ പുതിയ ചാപ്റ്റർ എടുക്കുന്നില്ല, 5 മിനിറ്റേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടോ? മാം ഞാനൊരു കഥ സ്റ്റോറി പറയാം. സ്റ്റോറി പറയാൻ അച്ചു പോകുന്നു. ബാക്കിയുള്ളവരാരും ഇല്ലല്ലോ? ഉണ്ടോ? ഇല്ല. മീൻസ് ഈ സ്റ്റോറിയുടെ പേര് അത്യാഗ്രഹിയെ പറ്റിച്ച് എന്നാണ്. മാം കേക്കാവോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോണ്, ബ്രേക്ക് ചെയ്ത് പോണ്. ഈ ഈ ഈ സ്റ്റോറിയുടെ പേര് അത്യാഗ്രഹിയെ പറ്റിച്ച് എന്നാണ്. അത്യാഗ്രഹിയെ പറ്റിച്ചതോ? പറ്റിച്ച്. ആ ഒരിക്കലും ഒരു കുറുക്കൻ കാട്ടിൽ നിന്ന് നാട്ടിലെത്തി. വിശന്നപ്പോൾ അവൻ ഒരു വീട്ടിൽ കയറി വയറു നിറയെ ആഹാരം കഴിച്ചു. വയറു നിറഞ്ഞതോടെ കുറുക്കന് നടക്കാൻ പറ്റാതായി. അയ്യോ, നേരം പുലരും മുമ്പ് കാട്ടിലെത്തണമല്ലോ. എന്താണൊരു വഴി? കുറുക്കൻ ആലോചിച്ചു. അപ്പോൾ ഒരാൾ ആ വഴി വന്നു. അയാളെ കണ്ടപ്പോൾ കുറുക്കന് ഒരു സൂത്രം തോന്നി. കുറുക്കൻ അയാളെ അടുത്തേക്ക് വിളിച്ചു. ഏയ്, എന്റെ വയറു നിറയെ സ്വർണമാണ്. എന്നെ കാട്ടിലെത്തിച്ച അതിന്റെ പകുതി നിങ്ങൾക്കു തരാം, കുറുക്കൻ അയാളോട് പറഞ്ഞു. സ്വർണം കിട്ടാനായി വഴിയാത്രക്കാരൻ കുറുക്കനെ തോളിലേറ്റി കാട്ടിലേക്ക് നടന്നു. അയ്യടാ, കുറെ സ്വർണം കിട്ടിയത് തന്നെ, ഹീഹി. കാട്ടിന്റെ അടുത്തെത്തിയപ്പോ കുറുക്കൻ കാട്ടിലേക്ക് ഒറ്റച്ചാട്ടം. മണ്ടച്ചാരെ, എന്നെ കാട്ടിൽ കൊണ്ട് വിട്ടതിന് നന്ദി. കുറുക്കന്റെ കളിയാക്കൽ കേട്ട അയാൾ നാണിച്ച് സ്ഥലം വിട്ടു. യെസ്. കുഞ്ഞിക്കഥയാണ്. അപ്പൊ ഒരു ഗ്രീഡി മാനിന് കൊടുത്ത ഒരു ചുട്ട മറുപടിയാണ് അല്ലെ അത്. ഓക്കെ. അച്ചുവിന്റെ കയ്യിൽ ഒരുപാട് കഥാപുസ്തകങ്ങളുണ്ടോ? ഉണ്ട് മാം. എപ്പോഴെപ്പോഴും കഥ വായിക്കോ ഇങ്ങനെ ഇരുന്ന്? മറ്റേ എന്നാ മാജിക് പോട്ട്, കളിക്കുടുക്ക, മിന്നാമിന്നി, മായാവി, ലുട്ടാപ്പി ഒക്കെ ഉണ്ട്. ഇതുപോലെയുള്ള വലിയ വലിയ ബുക്കുകളൊക്കെയാണ് വായിക്കുന്നത് അല്ലെ? അങ്ങനത്തെ ബുക്കാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ മിന്നാമിന്നി ബുക്കൊക്കെ ഒരിടയ്ക്ക് എല്ലാവരും വായിച്ചിരുന്ന ഒരു സാധനമാണ്. പിന്നെ ഇപ്പൊ മൊബൈലുകളുടെ പിന്നെ എന്താ പറയാ ഉപയോഗിക്കുമ്പോ തന്നെ മനുഷ്യന്മാർക്ക് സമയമില്ലാണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനമൊക്കെ അവിടെ മാറ്റി വെച്ചു. എല്ലാ വീടുകളിലൊക്കെ കളിക്കിടക്കുകയും മിന്നാമിന്നിയൊക്കെ ഇഷ്ടംപോലെ വായിക്കാൻ നല്ല രസമുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവുമായിരുന്നു. ഈ മറ്റേ കുറച്ചുകൂടെ സ്റ്റോറി വായിച്ചാൽ നമുക്ക് എന്തെങ്കിലും ടെൻഷനോ സങ്കടമൊക്കെ വരും. ഇതാകുമ്പോ പിന്നെ ടെൻഷനും ഇല്ല, നമ്മള് ഹാപ്പി ആയിരിക്കും. അതെ അതെ, അത് വെരി ഗുഡ്. അത് നല്ല ഐഡിയയാണ്. കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കഥകളൊക്കെ നിങ്ങൾ എല്ലാവരും ശീലിക്കാട്ടെ. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ചെറിയ ചെറിയ കഥകളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുത്ത് നമ്മളുടേതായ രീതിയിലൊക്കെ അത് എന്താ പറയാ പ്രസന്റ് ചെയ്യുമ്പോൾ കുട്ടികളെയൊക്കെ പിടിച്ചിരുത്താനായിട്ട് പറ്റണം. നമ്മളുടെ ഒരു പ്രസന്റേഷൻ കൂടിയും അതിന് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കേട്ടോ. കഥ മാത്രം ഇങ്ങനെ പറഞ്ഞാൽ പോരാ. ചില കഥ ചില ആൾക്കാർ പറയുമ്പോൾ ഒരു റിയാക്ഷൻ നമുക്ക് തോന്നില്ല. പക്ഷെ അതിന്റെ ഒരു വേ ഓഫ് പ്രസന്റേഷൻ അത് കറക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ ചില പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലേ? ചില ആളുകൾ പ്രസംഗം പറയുമ്പോൾ ഉറക്കം വല്ല ബോറടിക്കും. ചില ആളുകൾ ഭയങ്കര ആക്റ്റീവായിട്ട് അതിനെ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ പിടിച്ചിരുത്തും. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഇരിക്കാൻ തോന്നും അല്ലേ? അതൊക്കെ എന്റെ ഒരു ഘട്ടമാണ്. ഓക്കെ, ലാസ്റ്റ് അപ്പൊ വോട്ട് ഓഫ് താങ്ക്സ് ആരാണ്? ആരെങ്കിലും ഉണ്ടോ? ഷീന, ഒരു താങ്ക്സ് പറയാമോ? നമ്മുടെ ഓൺ വേർഡ്സിലൊക്കെ ഉണ്ടാക്കിയാലും മതി. നിങ്ങൾ നേരത്തെ ഇങ്ങനെ പഠിച്ചത് എടുക്കണമെന്നില്ല. ഓൺ വേർഡ്സിൽ ഒരു താങ്ക്സ് നമ്മളിങ്ങനെ പറയും. പറഞ്ഞു, കുഴപ്പമില്ല. മലയാളത്തിൽ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഏയ്, അതൊന്നും കുഴപ്പമില്ല. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ടീച്ചർ പഠിപ്പിച്ചത് സൊസൈറ്റി ഓഫ് കൊഹീഷൻസിനെ പറ്റിയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
ടീച്ചർ കൂടുതൽ അറിവ് നമുക്കും പകർന്നു തന്നതിന് ടീച്ചറിന് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു മിസ്. Thank you. Thank you all of you. Thank you, Miss. Okay, bye. Thank you. താങ്ക് യു.